നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് +2 ഇക്കണോമിക്സിൽ നിന്ന് ഈ വരുന്ന ക്രിസ്മസ് പരീക്ഷയ്ക്ക് എന്തെല്ലാം ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ, അതായത് പാഠഭാഗങ്ങളും അതിന്റെ ചോദ്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യുന്നുണ്ട്. ഇതേ ഭാഗങ്ങൾ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനും റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ഓർമ്മയിൽ വെക്കണം. കാരണം തീർച്ചയായിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് 100% ഉപകാരപ്പെടുന്നതാണ്. ഇപ്പോൾ തന്നെ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എക്സാം സംബന്ധമായിട്ടുള്ള എല്ലാ ഡീറ്റെയിലും അതുപോലെ ക്ലാസ്സുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാൻ അത് സഹായിക്കും. ഓക്കെ, അപ്പൊ ഈ പരീക്ഷയ്ക്ക് നമുക്ക് എന്തെല്ലാം ഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്? നമുക്കറിയാം, മൈക്രോ എക്കണോമിക്സിൽ നിന്ന് 4ാമത്തെയും 5ാമത്തെയും ചാപ്റ്റർ പരീക്ഷയ്ക്ക് ഉള്ളതാണ്. അതുപോലെ തന്നെ മാക്രോ എക്കണോമിക്സിൽ നിന്ന് 1 മുതൽ 4 വരെയുള്ള ചാപ്റ്റേഴ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നോക്കാം, നമ്മളെ 4ാമത്തെ ചാപ്റ്റർ തിയറി ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. തിയറി ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇവിടെ നമ്മൾ പഠിക്കേണ്ട നിർബന്ധമായിട്ടും ചോദ്യങ്ങൾ വരുന്ന ഭാഗങ്ങളാണ് പറയാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ നിന്ന്. 1ാമത്തേത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിന്റെ ഫീച്ചേഴ്സ് പഠിക്കണം. പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഫീച്ചേഴ്സ്. ഓക്കെ, പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ അതായത് പൂർണ്ണ മത്സര കമ്പോളത്തിന്റെ അല്ലെങ്കിൽ സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിന്റെ സവിശേഷതകൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ, അത് ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് എന്തായാലും ആ ചോദ്യം ഉറപ്പായിട്ടും വരുന്നതാണ്. 2ാമതൊരു ചോദ്യമാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഓക്കെ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു പൂർണ്ണ മത്സര കമ്പോളത്തിൽ അല്ലെങ്കിൽ സമ്പൂർണ്ണ മത്സര കമ്പോളത്തിൽ എങ്ങനെയാണ് സ്ഥാപനങ്ങൾ ലാഭം പരമാവധിയാക്കുന്നത് എന്നുള്ളതാണ് ആ ഭാഗത്ത് പറയുന്നത്. അതൊരു 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കിന് വരെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് പ്രോഫിറ്റ് മാക്സിമൈസേഷന്റെ കണ്ടീഷൻസ് മാത്രം ചോദിക്കാറുണ്ട്. പ്രോഫിറ്റ് മാക്സിമൈസേഷന്റെ കണ്ടീഷൻസ് മാത്രമാണെങ്കിൽ നമ്മളതൊരു 3 മാർക്കിന്റെ ചോദ്യമാണ്. 3 കണ്ടീഷൻസ് ആണ് അവിടെ പഠിക്കാനുള്ളത്. അപ്പൊ ആ കണ്ടീഷൻസ് പഠിക്കുക, അതുപോലെ തന്നെ അതിന്റെ കർവ് പഠിക്കുക, ആ കർവിന്റെ എക്സ്പ്ലനേഷൻ പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഒരു 4ഓ 5ഓ മാർക്കിന് അത്രയും പഠിച്ചാൽ കിട്ടും. ഓക്കെ, അതല്ലെങ്കിൽ 3 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കിട്ടുന്നതാണ്. മറ്റൊരു ചോദ്യം വരുന്നത് എന്താണ് ഷട്ട് ഡൗൺ പോയിന്റ് എന്നുള്ളതാണ്. ഷട്ട് ഡൗൺ പോയിന്റ് എവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മ വെക്കുക. അടച്ചുപൂട്ടൽ ബിന്ദു എന്നുള്ളതാണ് ഷട്ട് ഡൗൺ പോയിന്റ്. അടച്ചുപൂട്ടൽ ബിന്ദു. ഓക്കെ, ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത് അടച്ചുപൂട്ടൽ ബിന്ദു ആണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. ബ്രേക്ക് ഈവൻ പോയിന്റ് അല്ലെങ്കിൽ ലാഭനഷ്ടരഹിത ബിന്ദു. പഠിക്കേണ്ട മറ്റൊരു ചോദ്യമാണ് ലാഭനഷ്ടരഹിത ബിന്ദു. ബ്രേക്ക് ഈവൻ പോയിന്റ് അല്ലെങ്കിൽ ലാഭനഷ്ടരഹിത ബിന്ദു എന്ന് പറയുന്ന മറ്റൊരു ടോപ്പിക് ഉണ്ട്. അതായത് നോ പ്രോഫിറ്റ് നോ പ്രോഫിറ്റ് പിന്നെന്താണ് നോ ലോസ് അല്ലെ. പ്രോഫിറ്റും ഇല്ല, അതുപോലെ തന്നെ ലോസും ഇല്ലാത്ത ഒരു ഭാഗമാണ് ഏത് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് നിങ്ങൾക്ക് അറിയാം. അതൊക്കെ ഒന്ന് പഠിക്കുക. അതുപോലെ ഒരു ഫേമിന്റെ സപ്ലൈ കർവിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഓക്കെ, ഡിറ്റർമിനൻസ് ഓഫ് ഫേം സപ്ലൈ കർവ്. ഡിറ്റർമിനൻസ് ഓഫ് ഫേം സപ്ലൈ കർവ്. ഒരു ഫേമിന്റെ, ഒരു സ്ഥാപനത്തിന്റെ, ഒരു ഉൽപാദനശാലയുടെ പ്രധാന വക്രത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ. ഓക്കെ, നമ്മളിവിടെ 3 ഘടകങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഒന്ന് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആണ്, 2ാമത് ഇൻപുട്ട് പ്രൈസസ് ആണ്, 3ാമത് യൂണിറ്റ് ടാക്സ് ആണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എലാബറേറ്റ് ചെയ്ത് പഠിക്കാൻ നോക്കുക. ഓക്കെ, അത് ഇത്രയും കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള സപ്ലൈയുടെ ഒരു ഭാഗമാണ്. എന്താണ് സപ്ലൈ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പഠിക്കാനുണ്ട്. അവിടെ ആ സപ്ലൈയുമായിട്ട് നമുക്ക് പിന്നെ സാധാരണ പരീക്ഷയ്ക്ക് പ്രത്യേകിച്ച് ഒരു ചോദ്യമൊന്നും വരാറില്ല. ചിലപ്പോൾ സപ്ലൈയുമായി ബന്ധപ്പെട്ട ഒരു ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ കാണാനുള്ള പ്രോബ്ലം ചിലപ്പോൾ ചോദിക്കാം. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ കാണാനുള്ള ഒരു പ്രോബ്ലം അത് നമ്മൾ 2ാമത്തെ മൈക്രോ എക്കണോമിക്സിന്റെ 2ാമത്തെ ചാപ്റ്ററിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണാനുള്ള പ്രോബ്ലം ചെയ്ത പോലെ തന്നെയാണ്. അത് അത്രയ്ക്ക് നിങ്ങൾ ഗവനിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി സപ്ലൈ, അതൊക്കെ നമുക്ക് ഡിമാൻഡ് പഠിച്ചാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ഭാഗമാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ 3 ടോപ്പിക്കുകൾ, ആ ചോദ്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് പരീക്ഷയ്ക്ക് പോകാൻ നോക്കുക. ഓക്കെ, ഇനി 5ാമത്തെ ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. മാർക്കറ്റ് ഇക്വിലിബ്രിയം. മാർക്കറ്റ് ഇക്വിലിബ്രിയം കമ്പോള സന്തുലിതാവസ്ഥയാണ്. കമ്പോള സന്തുലിതാവസ്ഥയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എക്സസ് ഡിമാൻഡ്, അതുപോലെ എക്സസ് സപ്ലൈ. അധിക ചോദനം അധിക പ്രധാനം എന്താണ്? അധിക ചോദനം അധിക പ്രധാനം എന്താണ്? അതായത് എക്സസ് സപ്ലൈ എക്സസ് ഡിമാൻഡ് നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ മാർക്കറ്റ് ഇക്വിലിബ്രിയം ഫിക്സഡ് നമ്പർ ഓഫ് ഫേംസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. മാർക്കറ്റ് ഇക്വിലിബ്രിയം ഫിക്സഡ് നമ്പർ ഓഫ് ഫേംസ്. അതുപോലെ തന്നെ അതിന്റെ 2ാമത്തെ ഒരു ഭാഗമാണ് ഏത്? മാർക്കറ്റ് ഇക്വിലിബ്രിയം
എന്താണ് ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്. ഓക്കെ, മാർക്കറ്റ് ഇക്വിലിബ്രിയം, ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഫേം മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്, അതുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക് ആണത്. മാർക്കറ്റ് ഇക്വിലിബ്രിയം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണെങ്കിൽ അത് രണ്ട് രീതിയിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും. ഒന്ന്, മാർക്കറ്റ് ഇക്വിലിബ്രിയം വിത്ത് ഫിക്സ്ഡ് നമ്പർ ഓഫ് ഫേംസ് ആണ്. അതുപോലെ തന്നെ മാർക്കറ്റ് ഇക്വിലിബ്രിയം വിത്ത് ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ആണ്. ഓക്കെ, അതായത് സ്ഥിര എണ്ണം സ്ഥാപനങ്ങളുള്ള ഒരു കമ്പോളത്തിന്റെ മാർക്കറ്റ് ഇക്വിലിബ്രിയമാണ്. രണ്ടാമത്തേത്, സ്വതന്ത്രമായി പ്രവേശിക്കാനും പുറത്തു പോകാനും അവസരമുള്ള സ്ഥാപനങ്ങളുടെ മാർക്കറ്റ് ഇക്വിലിബ്രിയമാണ്. അത് ചോദിക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗം നിങ്ങൾക്ക് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ചോദിക്കാവുന്ന ഒരു ഭാഗമാണ് ഏത്, സൈമുൾട്ടേനിയസ് ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. സൈമുൾട്ടേനിയസ് ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ അതായത് ഡിമാൻഡ് കർവും സപ്ലൈ കർവും തമ്മിലുള്ള ഒരു ഷിഫ്റ്റ്, അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ് ആ ഭാഗത്ത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കുന്നതാണ് പ്രൈസ് സീലിംഗും അതുപോലെ തന്നെ ഫ്ലോർ പ്രൈസും. പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ വിലപരിധി എന്നാണ് മലയാളത്തിൽ പറയുന്നത്. പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ വിലപരിധിയാണ്. അതുപോലെ തന്നെ പ്രൈസ് ഫ്ലോർ അല്ലെങ്കിൽ എന്താണ്, തറവില അല്ലെങ്കിൽ താങ്ങുവില, സപ്പോർട്ട് പ്രൈസ് എന്ന് പറയും. ഓക്കെ, പ്രൈസ് ഫ്ലോർ അല്ലെങ്കിൽ ഫ്ലോർ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, തറവിലയാണ്. അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരാണ് സപ്പോർട്ട് പ്രൈസ് അല്ലെങ്കിൽ താങ്ങുവില. അത് രണ്ടും നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടേ പോകാവൂ. ഈ ചാപ്റ്ററിൽ നിന്ന് എന്തായാലും ആ ചോദ്യം ഉറപ്പാണ്. ഒരു കാരണവശാലും നിങ്ങൾ അത് ഒഴിവാക്കരുത്. അതിന്റെ കർവ് സഹിതമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, ആ 2 ചാപ്റ്റേഴ്സ് ആണ് മൈക്രോ എക്കണോമിക്സിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ മാക്രോ എക്കണോമിക്സിന്റെ ഭാഗത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ മാക്രോ എക്കണോമിക്സ് നമുക്ക് ഫസ്റ്റ് ടേം എക്സാമിന് ഒരു ചോദ്യവും പോലും നമുക്ക് പഠിക്കാൻ ഉണ്ടായിരുന്നില്ല. അത് ഈ മുഴുവനായിട്ടും അതായത് 4 ചാപ്റ്ററാണ്, ആദ്യത്തെ 4 ചാപ്റ്ററാണ് നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് ആണ്. ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സിൽ നമുക്ക് അവിടെ ആകപ്പാടെ ചോദിക്കുന്ന ഏറ്റവും നല്ലൊരു ചോദ്യമുണ്ട്. അത് എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് ആണ്. എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് എന്താണ്? എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് അതായത് മാക്രോ എക്കണോമിക്സിന്റെ ആവിർഭാവം, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ആവിർഭാവം എന്താണെന്നാണ് ചോദിക്കുക. അതല്ലെങ്കിൽ അവിടെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, അതിനെ നമുക്ക് പിന്നെ ചോദിക്കാവുന്ന വേറൊരു രീതിയുണ്ട്. അതായത് എക്കണോമിക് ക്രൈസിസ് ഇൻ 1929 അല്ലെങ്കിൽ 30s, 1930കളിലെ ആഗോള സാമ്പത്തിക മാന്ദ്യം, ഗ്ലോബൽ എക്കണോമിക് ക്രൈസിസ് എന്ന് പറഞ്ഞൊരു ചോദ്യം. ആ ചോദ്യത്തെ വേറൊരു രീതിയിൽ ചോദിക്കാം. അതായത് ഈ പറഞ്ഞ എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ചോദ്യത്തെ ഗ്ലോബൽ എക്കണോമിക് ക്രൈസിസ് 1930s അതായത് 1930കളിലെ ആഗോള സാമ്പത്തിക മാന്ദ്യം എന്ന് പറഞ്ഞുകൊണ്ട് ആ ചോദ്യം വരാറുണ്ട്. 4 മാർക്കിന്റെ വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ 4 മാർക്കിന് ഈ ചാപ്റ്ററിൽ ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് സെക്ടേഴ്സ് ഓഫ് ദ ഇക്കോണമി. സെക്ടേഴ്സ് ഓഫ് ദ ഇക്കോണമി ഏതൊക്കെയാണെന്ന് ചോദിക്കും. വാട്ട് ആർ ദ സെക്ടേഴ്സ് ഓഫ് ദ ഇക്കോണമി എന്ന് ചോദിക്കാൻ 2 മാർക്കിനാണെങ്കിൽ 4 പോയിന്റ് എഴുതിയാൽ മതി. അതുപോലെ തന്നെ 4 മാർക്കിനാണെങ്കിൽ നിങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. പക്ഷെ ആ ചോദ്യം വരുന്നത് സെക്ടേഴ്സ് ഓഫ് ദ മാക്രോ എക്കോണമി എന്നാണ് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. അങ്ങനെയാണ് ചോദിക്കാറുള്ളത്. സെക്ടേഴ്സ് ഓഫ് ദ മാക്രോ ഇക്കോണമി, സെക്ടേഴ്സ് ഓഫ് ദ മാക്രോ ഇക്കോണമി. ഓക്കെ, മാക്രോ ഇക്കോണമിയിലെ പ്രധാനപ്പെട്ട സെക്ടറുകൾ ഏതൊക്കെയാണ്? 4 സെക്ടറുകൾ ഉണ്ട്. 4 സെക്ടറുകൾ 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ 4 പോയിന്റ് മാത്രം എഴുതിയാൽ മതി. 4 മാർക്കിനാണെങ്കിൽ അത് ഓരോന്നും ചെറുതായ രീതിയിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കണം. അതുപോലെ ക്ലോസ്ഡ് എക്കോണമി, ഓപ്പൺ എക്കോണമി, അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. അടഞ്ഞ സമ്പദ് വ്യവസ്ഥ, തുറന്ന സമ്പദ് വ്യവസ്ഥ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താണ്, മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ ചോദിക്കാം. മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ മൈക്രോ എക്കണോമിക്സിന്റെ 1ാമത്തെ ചാപ്റ്ററിലും പഠിക്കുന്നുണ്ട്. അതേ കാര്യങ്ങൾ ഈ മാക്രോ എക്കണോമിക്സിന്റെ 1ാമത്തെ ഭാഗത്തും ചെറുതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും അതും കൂടെ നോക്കി പോവുക. ഓക്കെ, ദെൻ മാക്രോ എക്കണോമിക്സിന്റെ 2ാമത്തെ ചാപ്റ്ററാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. മാക്രോ എക്കണോമിക്സിന്റെ 2ാമത്തെ ചാപ്റ്ററായ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ നമ്മൾ പഠിക്കേണ്ട 4 ഗുഡ്സുകൾ ഉണ്ട്. ഫൈനൽ ഗുഡ്, ഇന്റർമീഡിയറ്റ് ഗുഡ്, കൺസംഷൻ ഗുഡ്, ക്യാപിറ്റൽ ഗുഡ്. ഈ 4 എണ്ണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്റർമീഡിയറ്റ് ഗുഡ് ആണ്. ഇന്റർമീഡിയറ്റ് ഗുഡിന്റെ മലയാളം എന്താണ്? ഇടനില ഉൽപ്പന്നം എന്നാണ് ചോദ്യം വരിക. ഇടനില ഉൽപ്പന്നം അല്ലെങ്കിൽ അന്തരാള ഉൽപ്പന്നം, ഇടനില ഉൽപ്പന്നം അല്ലെങ്കിൽ അന്തരാള ഉൽപ്പന്നം, ഓക്കെ, അല്ലെങ്കിൽ മധ്യമ ഉൽപ്പന്നം. ഇങ്ങനെയാണ് ഇതിന് മലയാളം വരുന്നത്. ഇന്റർമീഡിയറ്റ് ഗുഡ് എന്നാണ് നമ്മൾ അതിനെ ഇംഗ്ലീഷിൽ പറയുന്നത്. ഓക്കെ, അതുപോലെ ഫൈനൽ ഗുഡ്, അന്തിമ വസ്തു പഠിക്കുക. കൺസംഷൻ ഗുഡ്, കൺസംഷൻ ഗുഡിനെ 2 തരങ്ങളാണ് സാധാരണ ചോദിക്കാറുള്ളത്. ഉപഭോഗ വസ്തുക്കളിൽ അതായത് കൺസ്യൂമറുടെ ഗുഡില് കൺസ്യൂമർ 2 തരത്തിലുള്ള ഗുഡുകളാണ് ഉപയോഗിക്കുക. ഒന്ന് ഡ്യൂറബിൾ ആണ്, രണ്ടാമത്തേത് നോൺ ഡ്യൂറബിൾ ആണ്. ഈടുള്ളത്, ഈടില്ലാത്തത്. ആ ചോദ്യം പരീക്ഷയ്ക്ക് വരാറുണ്ട്. ഈടുള്ളത്, ഈടില്ലാത്തത് എന്നിങ്ങനെ പട്ടികപ്പെടുത്തുക, തരം തിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യം വരാറുണ്ട്.
അതാണ് 4 ഗുഡില് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിങ്ങൾ ഏതിനെ പഠിക്കണം? ഇന്റർമീഡിയറ്റ് ഗുഡ് തന്നെ പഠിക്കണം. ഓക്കെ. പിന്നെ ഇതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് സ്റ്റോക്ക് ആൻഡ് ഫ്ലോസ്, അതായത് ശേഖരവും പ്രവാഹവും. ഓക്കെ. സ്റ്റോക്ക് ആൻഡ് ഫ്ലോസ് ഒന്നുകിൽ തിയറി ചോദിക്കും 2 മാർക്കിന്, അല്ലെങ്കിൽ നമുക്കതൊരു 3 മാർക്കിന് അതിന്റെ എക്സാമ്പിൾ തന്നിട്ട് അതിനെ പട്ടികപ്പെടുത്താൻ വേണ്ടി ചോദിക്കും. അതായത് സ്റ്റോക്ക് ഫ്ലോസ് എന്നിങ്ങനെ പട്ടികപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം വന്നേക്കാം. ഓക്കെ. അതുപോലെ നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു ചോദ്യമാണ് ഏത്? ട്രാൻസ്ഫർ പേയ്മെന്റ്, മാറ്റ അടവുകൾ അല്ലെങ്കിൽ മാറ്റ കൊടുതികൾ. ട്രാൻസ്ഫർ പേയ്മെന്റ് എന്താന്ന് പഠിക്കണം. അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് 3 അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കുന്നതാണ് സർക്കുലർ ഫ്ലോ ഓഫ് 2 സെക്ടർ മോഡൽ. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ആൻഡ് ഔട്ട്പുട്ട് ഇൻ എ 2 സെക്ടർ മോഡൽ. അതായത് 2 സെക്ടർ മോഡലില് അല്ലെങ്കിൽ ദ്വിമേഖലാ സമ്പദ് വ്യവസ്ഥയില് വരുമാനത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ ചാക്രിക പ്രവാഹം ചോദ്യം മാറിപ്പോകരുത്. ഓക്കെ. ഇതേ ഒരു ചോദ്യം 4ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ഇൻകം ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന 4ാമത്തെ ചാപ്റ്ററിലും മാക്രോ എക്കണോമിക്സിന്റെ 4ാമത്തെ ചാപ്റ്ററിലും ഉണ്ട്. അത് 3 സെക്ടർ ഇക്കോണമി തന്നെ 2 സെക്ടർ ഇക്കോണമി തന്നെയാണ് പറയുക. ഓക്കെ. അപ്പൊ അവിടെ ഈ ചോദ്യം തമ്മിൽ വ്യത്യാസം എന്താ വെച്ചാൽ ഇത് സർക്കുലർ എന്നുള്ള വാക്കുണ്ടാവും, ചാക്രിക പ്രവാഹം എന്നൊരു വാക്കുണ്ടാവും. ഓക്കെ. അപ്പൊ ചാക്രിക പ്രവാഹത്തെ കാണിക്കുന്ന ഒരു ചോദ്യം വന്നേക്കാം. ഓക്കെ. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഈ ചോദ്യം വരുന്നത് നമുക്കിതിന്റെ ചിത്രം തന്നിട്ട് അതിന്റെ ഫ്ലോസ് രേഖപ്പെടുത്താനും അതിന്റെ മണി ഫ്ലോ റിയൽ ഫ്ലോ ഏതൊക്കെയാണെന്ന് രേഖപ്പെടുത്താനാണ് ചോദ്യം വരിക. ഓക്കെ. ദെൻ അതിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ള എസ്എ ക്വസ്റ്റ്യൻ ആണ് മെഷർമെന്റ് ഓഫ് നാഷണൽ ഇൻകം. ദേശീയ വരുമാനം അളക്കുന്ന രീതികൾ ഏതെല്ലാമാണ് അത് വിവരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ദേശീയ വരുമാനം ചോദിക്കും, ദേശീയ വരുമാനം അളക്കുന്ന രീതികൾ ഏതെല്ലാമാണെന്ന് ചോദിക്കും, അതിനെ വിവരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുക. ഓക്കെ. അപ്പോ നാഷണൽ ഇൻകം മെഷർമെന്റ് ഏതൊക്കെയാണ് നമുക്കറിയാം. പ്രൊഡക്റ്റ് മെത്തേഡ്, അതുപോലെ എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഇൻകം മെത്തേഡ്. ഓക്കെ. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ. പിന്നെ സാധാരണഗതിയിൽ ചില ആളുകൾക്ക് സംശയം ഉണ്ടാകും, ഇതിലെ പ്രോബ്ലം ഭാഗം ഉണ്ടല്ലോ, പ്രോബ്ലം വരില്ലേ, ഇക്വേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും വരില്ലേ എന്ന് ചോദ്യമുണ്ട്. ഇക്വേഷൻസിനെ പറ്റിയിട്ട് മാത്രമായിട്ട് നമ്മൾ വീഡിയോ മുമ്പ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു സൂപ്പർ വീഡിയോ ഉണ്ട്, നിങ്ങൾ അതിരുത്ത് കാണാൻ മറക്കരുത്. ഓക്കെ. അപ്പോ അതാണ് ഇപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞതാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത 1-2 കാര്യങ്ങൾ പറയാം. ഒരു 2 കാര്യങ്ങൾ പറയാം. GDP ഡിഫ്ലാറ്റർ ഒരു കാരണവശാലും നിങ്ങൾ മറന്നു പോകരുത്, പഠിക്കാതെ പോകരുത്. GDP ഡിഫ്ലാറ്റർ ക്യാപിറ്റൽ GDP ഡിവൈഡഡ് ബൈ സ്മോൾ ലെറ്റർ GDP ഇൻറ്റു 100 ആണ്. അതായത് നോമിനൽ GDPയും റിയൽ GDPയും തമ്മിലുള്ള റേഷ്യോക്ക് പറയുന്ന പേരാണ് GDP ഡിഫ്ലാറ്റർ. കഴിഞ്ഞ വർഷം അതായത് 2024 മാർച്ചിലെ പബ്ലിക് എക്സാമിന് GDP ഡിഫ്ലാറ്റർ 4 മാർക്കിന് എസ്എയിൽ ചോദിച്ചു, 4 മാർക്കിന്. അതുപോലെ തന്നെ അതുമായി കണക്ട് ചെയ്തിട്ട് 4 മാർക്കിന് ചോദിച്ച മറ്റൊരു ചോദ്യമാണ് GDP ആൻഡ് വെൽഫെയർ. GDPയും ക്ഷേമവും, ഒരു രാജ്യത്തിന്റെ ക്ഷേമം അളക്കാൻ GDP സഹായകമാണോ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗമുണ്ട്. ആ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗമാണ്. അപ്പൊ ഈ 2 ചോദ്യങ്ങൾ 4 മാർക്കിന് 8 മാർക്ക് കണക്ട് ചെയ്തുകൊണ്ട് ചോദിക്കുകയുണ്ടായി ഈ 2024 മാർച്ചില്. ഓക്കെ. അപ്പൊ അത് നിങ്ങൾ നോക്കാതെ പോകരുത്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ചിലപ്പോൾ ആ ചോദ്യം നിങ്ങൾക്ക് ഇവിടെ എസ് ആയിട്ട് തന്നേക്കാം. ഓക്കെ. അത്രയും കാര്യങ്ങൾ ആ ചാപ്റ്ററിൽ പഠിക്കുക. അടുത്തതാണ് മണി ആൻഡ് ബാങ്കിങ്. 3ാമത്തെ മാക്രോ എക്കണോമിക്സിന്റെ 3ാമത്തെ ചാപ്റ്റർ ആണ് മണി ആൻഡ് ബാങ്കിങ്. ഈ മണി ആൻഡ് ബാങ്കിങ്ങിൽ നമ്മൾ പഠിക്കേണ്ടത് 1ാമത്തേത് ഫങ്ഷൻസ് ഓഫ് മണിയാണ്, പണത്തിന്റെ ധർമ്മങ്ങളാണ്. അതുപോലെ തന്നെ ബാർട്ടർ സമ്പ്രദായത്തിന്റെ പോരായ്മകൾ, ഡ്രോബാക്ക് ഓഫ് ബാർട്ടർ സിസ്റ്റം. ബാർട്ടർ സമ്പ്രദായത്തിന്റെ പോരായ്മകൾ, അതുപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് മണി, പണത്തിന്റെ ധർമ്മങ്ങൾ. ഓക്കെ. പണത്തിന്റെ ധർമ്മങ്ങൾ. പിന്നെ അതിൽ ഇമ്പോർട്ടന്റ് ആണ് ഡിമാൻഡ് ഫോർ മണി. ഡിമാൻഡ് ഫോർ മണിയുടെ 2 മോട്ടീവുകൾ ഉണ്ട്. അതായത് എന്താണ് ഡിമാൻഡ് ഫോർ മണി എന്ന് ചോദിക്കും. അതുപോലെ തന്നെ ഡിമാൻഡ് ഫോർ മണിയുടെ മോട്ടീവുകൾ പ്രേരണ അല്ലെങ്കിൽ പ്രേരകം. ഓക്കെ. അതായത് പണത്തിന്റെ ചോദനം അല്ലെങ്കിൽ പണപരമായ ചോദനത്തിന്റെ അല്ലെങ്കിൽ പണത്തിനോടുള്ള ചോദനം, അതാണ് ഡിമാൻഡ് ഫോർ മണി. ആ പണത്തിന്റെ ചോദനത്തിന്റെ 2 പ്രേരകങ്ങളാണ്. ഒന്ന് ട്രാൻസാക്ഷൻ മോട്ടീവ്, 2ാമത്തേത് സ്പെക്കുലേറ്റീവ് മോട്ടീവ്, 3ാമത്തേത് പ്രിക്കോഷണറി മോട്ടീവ് ഉണ്ട്. അത് പക്ഷെ നിങ്ങൾക്ക് ഈ പ്രാവശ്യം പഠിക്കാനുള്ളതല്ല. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ള മറ്റൊരു ചോദ്യമാണ് എന്താ? ലിക്വിഡിറ്റി ട്രാപ്പ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. ലിക്വിഡിറ്റി ട്രാപ്പിന്റെ ചിത്രം തന്നിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുക. ഓക്കെ. ലിക്വിഡിറ്റി ട്രാപ്പ് 2 രീതിയിലായാലും നിങ്ങൾ അത് പഠിക്കണം. അതിന്റെ ചിത്രം വരച്ചു പഠിക്കണം, അതുപോലെ തന്നെ അതിന്റെ എക്സ്പ്ലനേഷനും പഠിക്കണം. പിന്നെ ലീഗൽ ഡെഫിനിഷൻസ് ഓഫ് മണി, അതായത് നമ്മുടെ സപ്ലൈ ഓഫ് മണിയുമായി ബന്ധപ്പെട്ടതാണ്. മണി സപ്ലൈ അല്ലെങ്കിൽ സപ്ലൈ ഓഫ് മണി അല്ലെങ്കിൽ പണത്തിന്റെ പ്രധാനം, അതുമായി ബന്ധപ്പെട്ടതാണ് ലീഗൽ ഡെഫിനിഷൻസ് ഓഫ് മണി. ലീഗൽ ഡെഫിനിഷൻസ് ഓഫ് മണി 1977 ഏപ്രിൽ 1-ാം തീയതി മുതൽ RBI പ്രസിദ്ധപ്പെടുത്തുന്നതാണ്. M1, M2, M3, M4 ഓർമ്മ ഉണ്ടല്ലോ. അത് ഇക്വേഷൻ രൂപത്തിൽ തന്നെ പഠിക്കുക. M1, M2, M3, M4 എന്ന രൂപത്തിൽ തന്നെ നിങ്ങൾ അത് പഠിക്കാൻ മറക്കരുത്. ഓക്കെ. അതുപോലെ നിങ്ങൾ ഹൈപ്പവേർഡ് മണി എന്താണ്? ജസ്റ്റ് ചെറിയൊരു മാർക്കാണ്. ഹൈപ്പവേർഡ് മണി ക്യാപിറ്റൽ ലെറ്റർ H കൊണ്ട് സൂചിപ്പിക്കുക. അതുപോലെ മണി മൾട്ടിപ്ലയർ പഠിക്കാൻ മറക്കണ്ട. അതുപോലെ ഈ ചാപ്റ്ററിൽ ഒരു എസ്സേ കിടക്കുന്നുണ്ട്, സെൻട്രൽ ബാങ്കിന്റെ ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ കേന്ദ്ര ബാങ്കിന്റെ ധർമ്മങ്ങൾ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിന്റെ
ഫംഗ്ഷൻസ്, RBIയുടെ ധർമ്മങ്ങൾ, ഇങ്ങനെയൊക്കെ ചോദ്യം വന്നേക്കാം. 8 പോയിന്റ് ഉണ്ട്, ചെറിയ രീതിയിൽ വിവരിച്ച് എഴുതാൻ പഠിക്കുക. അതുപോലെ ഒരു 5 മാർക്കിന്റെ ചോദ്യം കൂടെ പറയാം. അതായത് മോണിറ്ററി പോളിസി എന്താണ്, മോണിറ്ററി പോളിസിയുടെ ഇൻസ്ട്രുമെന്റ്സ് എന്താണ്, അതായത് പണനയം എന്താണ്, പണനയത്തിന്റെ പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ എന്തൊക്കെയാണ്. ഓക്കെ, പണനയം എന്താണ്, പണനയത്തിന്റെ ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ബാങ്ക് റേറ്റ് ആണ്, രണ്ടാമത്തെ റിസർവ് റേഷ്യോ ആണ്, മൂന്നാമത്തേത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, അത് പഠിക്കാതെ പോകരുത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു ചാപ്റ്ററിൽ നിന്ന്, മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുക. ദെൻ നാലാമത്തെ മാക്രോ എക്കണോമിക്സിന്റെ നാലാമത്തെ ചാപ്റ്റർ ആണ് ഇൻകം ഡിറ്റർമിനേഷൻ. ഇൻകം ഡിറ്റർമിനേഷനിലെ 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എക്സ് ആൻഡ് എക്സ്പോസ്റ്റ് എന്താണെന്നുള്ളത്. എക്സ് ആൻഡ് എക്സ്പോസ്റ്റ്, ആസൂത്രിതം അതുപോലെ തന്നെ യാഥാർത്ഥ്യം, ഈ 2 കാര്യങ്ങൾ അതെന്താണ് വേർഡ് മീനിങ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ എക്സ് ആൻഡ് കൺസംഷൻ ചോദിക്കാം, കൺസംഷൻ ഫംഗ്ഷൻ ചോദിക്കാം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. അതുപോലെ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞ ഒരു ഭാഗം അവിടെ വരുന്നുണ്ട്. ഈ എക്സ് ആൻഡ് കൺസംഷനുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ 2 ഘടകങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് APC ആണ്, APC APS, രണ്ടാമത്തത് MPC MPS. അതിന്റെ ഇക്വേഷൻസ് ഒക്കെ പഠിക്കുക. തിയറി അത് 3 മാർക്കിന് കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ എക്സ് ആൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡും എക്സ് ആൻഡ് അഗ്രിഗേറ്റ് സപ്ലൈയും പഠിക്കുക. എക്സ് ആൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ്, അതായത് എക്സ് ആൻഡ് മൊത്തം ചോദനം, അതുപോലെ എക്സ് ആൻഡ് മൊത്തം പ്രധാനം, അത് നിങ്ങൾ പഠിക്കണം. അത് രണ്ടും തമ്മിലുള്ള ഒരു ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം ഉണ്ട്. അതായത് എന്താണ്, ഇൻകം ആൻഡ് ഔട്ട്പുട്ട് ഇക്വിലിബ്രിയം, ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം, ഇൻകം ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അതായത് ഈ പറഞ്ഞ എന്താണ്, നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവും അഗ്രിഗേറ്റ് സപ്ലൈ കർവും തമ്മിൽ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ഒരു ഭാഗമുണ്ട്. ഓക്കെ, അവിടെ ഒരു ഇക്വിലിബ്രിയം ഉണ്ടാക്കുന്നത്, സന്തുലിതാവസ്ഥയിൽ എത്തുന്നത്, ആ ഭാഗം നിങ്ങൾ പഠിക്കണം, പഠിക്കാതെ പോകരുത്. അതുപോലെ തന്നെ നമ്മൾ പഠിക്കാൻ ഇമ്പോർട്ടന്റ് ആണ് എഫക്ട് ഓഫ് ഓട്ടോണമസ് ചേഞ്ച് ഇൻ ഇക്വിലിബ്രിയം ഡിമാൻഡ്. ഓക്കെ, അതായത് എഫക്ട് ഓഫ് ഓട്ടോണമസ് ചേഞ്ച് ഇൻ ഇക്വിലിബ്രിയം ഡിമാൻഡ്, അതായത് ഓട്ടോണമസ് ചേഞ്ച് ആകുമ്പോൾ ഇക്വിലിബ്രിയം ഡിമാൻഡിൽ എത്രത്തോളം അത് എഫക്റ്റ് ആകുന്നു അല്ലെങ്കിൽ അതിനെ ബാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടോപ്പിക് ഉണ്ട്. ഓക്കെ, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു ഏത് മൾട്ടിപ്ലയർ എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് മൾട്ടിപ്ലയർ ആണ്. ഔട്ട്പുട്ട് മൾട്ടിപ്ലയർ, ഇൻകം മൾട്ടിപ്ലയർ എല്ലാം നമുക്ക് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. പിന്നെ പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വരുമാനത്തിന്റെ അല്ലെങ്കിൽ സമ്പാദ്യത്തിന്റെ വിരോധാഭാസം. അതൊക്കെ ചെറിയ മാർക്കിൽ ചോദിക്കുന്നതാണ്. സമ്പാദ്യത്തിന്റെ വിരോധാഭാസം നിങ്ങൾ മൾട്ടിപ്ലയർ പഠിക്കുക, ചിലപ്പോൾ പ്രോബ്ലം ചോദിക്കാം. അതായത് K = Δy ഡിവൈഡഡ് ബൈ Δa ബാർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഭാഗമാണ്. അതിനെ നമുക്ക് K = 1/1 - MPC എന്ന് എഴുതാം, K = 1/1 - C എന്ന് എഴുതാം, K = 1/MPS എന്നൊക്കെ എഴുതാം അതിന്റെ ഇക്വേഷൻ പ്രകാരം. ഓക്കെ, അപ്പൊ അത് പ്രോബ്ലം ചെയ്യാനൊക്കെ ചോദിക്കും. ഓക്കെ, അതിനൊക്കെ എല്ലാത്തിന്റെ വീഡിയോ ക്ലാസ്സുകൾ മുൻപേ നമ്മുടെ ചാനലിൽ അപ്ലോഡഡ് ആണ്. നിങ്ങൾ കൃത്യമായിട്ട് ഇത് കാണുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ വരുന്ന നമ്മുടെ സെക്കൻഡ് ടേം എക്സാം അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാമിന് റെഗുലർ സ്റ്റുഡൻസ് പഠിക്കേണ്ടത്. കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. ഇതേ ചോദ്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് റിപ്പീറ്റ് ചെയ്യുക. ഒരു സംശയവും വേണ്ട. ഇപ്പൊ നിങ്ങൾ കൃത്യമായി പഠിച്ചാൽ നിങ്ങൾ പബ്ലിക് എക്സാമിന് അത്രയ്ക്കും വിയർക്കേണ്ടി വരില്ല. മക്കളെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നല്ല മാർക്ക് വാങ്ങുക. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. എന്ത് ക്ലാസ് ആണ്, ഏത് രീതിയിലാണ് വേണ്ടതെന്നുള്ള കമന്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ക്ലാസ്സുകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തു തരുന്നതാണ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതട്ടെ. കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം കൂടെ കുറഞ്ഞ സമയത്തിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് റിപ്പീറ്റ് ചെയ്ത് കാണാനും കേൾക്കാനും ശ്രമം നടത്തുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവർ എന്താ ചെയ്യേണ്ടത്, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.